ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രമിക്കുന്ന വിശ്വാസ സമൂഹമേ, ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി ക്രമീകരിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 28-ാം വാക്യം മുതൽ 20-ാം അധ്യായം വരെ. ഇന്ന് വലിയ വെള്ളിയാഴ്ച, നമ്മുടെ അരുമനാഥൻ ക്രൂശിലേറിയ ദിവസം, ലോകരക്ഷകൻ സ്വയം ഭാവത്തെ വഹിച്ച് ക്രൂശിൽ സ്വജീവനെ ബലിയായി തീർത്ത ദിവസം. ഈ വേദഭാഗത്ത് പീലാത്തോസിന്റെ അരമന മന്ദിരത്തിൽ തുടങ്ങി തന്റെ പീഡാനുഭവം, കബറടക്കം വരെയുള്ള സന്ദർഭങ്ങൾ ഈ വേദഭാഗത്ത് പറയുന്നു. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം നാം പരിശോധിക്കുമ്പോൾ മറ്റു സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. യേശുവിന്റെ പീഡാനുഭവ ചരിതം യേശുവിന്റെ വിജയ അനുഭവമായി കാണുവാൻ യോഹന്നാൻ ശ്ലീഹ നമ്മെ പ്രേരിപ്പിക്കുന്നു. ക്രൂശ് മരണം യേശുവിനെ സംബന്ധിച്ച് ഈ സുവിശേഷത്തിന്റെ മുൻഭാഗങ്ങളിൽ പറഞ്ഞതുപോലെ ഉയർത്തപ്പെടലിന്റെ അവസരമാണ്. 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: മോശ മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ 8-ാം അധ്യായം 28-ാം വാക്യത്തിൽ ഇപ്രകാരം യേശു പറയുന്നു: മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാനാകുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും. ഇതൊക്കെയും സൂചിപ്പിക്കുന്നത് യോഹന്നാൻ ശ്ലീഹായുടെ ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാടാണ്. ഈ വേദഭാഗത്ത് 2 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് 18-ാം അധ്യായം 28-ാം വാക്യം മുതൽ 19-ാം അധ്യായം 16-ാം വാക്യം വരെ പീലാത്തോസിന്റെ മുമ്പിലുള്ള യേശുവിന്റെ വിചാരണ. രണ്ടാമതായി 19-ാം അധ്യായം 16-ാം വാക്യം മുതൽ 42-ാം വാക്യം വരെ യേശുവിന്റെ മരണം, കബറടക്കം എന്നിവ പറയുന്നു. യേശുവിനെ യഹൂദന്മാർ കുറ്റം ചുമത്തി ന്യായപ്രമാണ പ്രകാരം മരണശിക്ഷയ്ക്ക് വേണ്ടി വിധിക്കുവാനുള്ള അധികാരത്തിൽ അവനെ എത്തിച്ചു. യേശുവിന്റെ ഈ ലോക പരസ്യ ശുശ്രൂഷ കാലയളവിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ തേൻ പോലെ ശുദ്ധിയുള്ളതും സ്വർണം പോലെ സ്ഫുടവുമായിരുന്നു. എന്നിരുന്നാലും അവനിൽ അവർ കുറ്റം ചുമത്തി അവനെ ക്രൂശിച്ചു. തൻ്റെ ഒപ്പം നിന്നവരും നടന്നവരും കൂടെയായിരുന്നവരും താൻ ഏറെ സ്നേഹിച്ചതുമായ സമൂഹം തന്നിൽ നിന്ന് ചിതറിപ്പോയി. ദുഃഖവെള്ളിയാഴ്ചയുടെ മധ്യാഹ്ന നമസ്കാരത്തിന്റെ സിതറയിൽ ഇപ്രകാരം പറയുന്നു: സ്ലീഹന്മാരെ ചിതറിപ്പോകുവാനായിട്ട് നിങ്ങൾ വെമ്പരുത്. ഇന്ന് നിങ്ങൾ ഓടിയാലും ഞായറാഴ്ച ഒന്നിച്ചു കൂടും. തലയോടിയിടം എന്ന അർത്ഥമുള്ള ഗോൽഗുത്തായിൽ തന്നോടൊപ്പം താൻ സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാനും കൂടെ കുറച്ച് സ്ത്രീകളും ഒഴിച്ച് ആരും തന്നെ തന്നോട് ഒപ്പം ഉണ്ടായിരുന്നില്ല. കൂടെ നടന്ന ശിഷ്യനായ ശീമോൻ പത്രോസ് പോലും തന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയുന്നു. എന്നാൽ സകലവും നിവർത്തിയാകുവാൻ തക്കവണ്ണം അവൻ തന്നെത്താൻ ബലിയായി തീർന്നു. 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. കർത്താവിൽ പ്രിയരെ, ഈ ദുഃഖവെള്ളിയാഴ്ച പീഡാനുഭവം അനുസ്മരിക്കുന്ന ഈ ദിവസം നമ്മുടെ അരുമനാഥന്റെ പീഡകളെ ധ്യാനിക്കുവാനും അനുസ്മരിക്കുവാനും രക്ഷയുടെയും ഉദയത്തിന്റെയും ആ വലിയ ദിവസമായ ഞായറാഴ്ച സന്തോഷത്തോടുകൂടി ആയിരിക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.